അല്ല. നിങ്ങൾ വേണമെങ്കിൽ കയറി കണ്ടോ, വേണമെങ്കിൽ കയറി കണ്ടോ. സൗത്ത് ഇൻഡസ്ട്രി ലോകം കീഴടക്കും. സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രി ഡിഫറൻ്റ് ആയിട്ട് ലോകത്തിന്റെ മാർക്കറ്റ് ഭരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ പറയൂ. ആ നിലയിലാണെന്ന് തെലുങ്ക്, കന്നഡ, മലയാളം, തമിഴ് ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ ഡിപ്പെൻഡഡ് ആണെന്ന് നമ്മുടെ ഹിന്ദി ഇൻഡസ്ട്രി. അത് കഴിഞ്ഞിട്ട് നോക്കൂ, ഇവിടെ എത്ര ഇംഗ്ലീഷ് ചിത്രങ്ങൾ ഓടുന്നത് നന്നായിട്ട്. ഹോളിവുഡ് ഫിലിമുകൾ, ഹോളിവുഡ് സിനിമകൾ എത്ര ഓടുന്നു. ഹോളിവുഡ് സിനിമകൾക്ക് പോലും ഇന്ത്യയിൽ എങ്ങനെയാണ് കുറച്ച് ഇടി വന്നത്? ഇടി വന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ബെസ്റ്റ് സിനിമകൾ നമ്മൾ നിർമ്മിച്ചു തുടങ്ങി, നമ്മൾ ചെയ്തു തുടങ്ങി. നമ്മൾ ഏറ്റവും നല്ല ചിത്രങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് എഫോർട്ടുള്ള സിനിമകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും കിടപിടിക്കുന്ന ചിത്രങ്ങൾ കണ്ടാലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ. ഇപ്പോൾ ഹോളിവുഡ് സിനിമയ്ക്ക് ഇന്ത്യയിലുള്ള ഗ്രോത്ത് എന്നുള്ള വെറും ഗ്രോത്ത് ഇല്ല, 10% ഓഡിയൻസ് മാത്രമാണ്. അത് അവർക്ക് ഗ്രോത്താണ്. മുൻകാലങ്ങളെ വെച്ച് നോക്കിയാൽ ഇപ്പോൾ എവിടെയേ നിൽക്കേണ്ടത്. പക്ഷെ അതിനെയൊക്കെ തടയിട്ടത് സൗത്ത് ഇൻഡസ്ട്രിയുടെ സിനിമകളാണ്, സൗത്ത് ഇൻഡസ്ട്രിയുടെ കഥകളാണ്. ആ കഥകൾക്കൊരു അപവാദമാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്ന ലോക മലയാള ഇൻഡസ്ട്രി എത്തിയിരിക്കുന്നു, നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നു. ഒരു മാർവലസ് വുമൺ എന്ന് തന്നെ കഥാപാത്രത്തെ പറയേണ്ടി വരും. അടുത്തോ സ്പൈഡർ വുമൺ. ഇനിയോ ഹീമാൻ. അതിൽ നമുക്ക് ഹീ വുമൺ. സ്കോർപ്പിയൻ കിങ് അല്ല, സ്കോർപ്പിയൻ വുമൺ. ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ധാരാളം ഇംഗ്ലീഷ് ചിത്രങ്ങളുണ്ട്, തമിഴ് ചിത്രങ്ങളുണ്ട്, കൊറിയൻ ചിത്രങ്ങളുണ്ട്, ചൈനീസ് ചിത്രങ്ങളുണ്ട്. ഇതിനൊക്കെ ഒപ്പം കിടപിടിക്കാൻ 3-4 വർഷം മുമ്പേ ഞാൻ പറഞ്ഞു സൗത്ത് ഇൻഡസ്ട്രി വരും. ഇവിടത്തെ കുറെ യൂട്യൂബ് ബ്ലോഗേഴ്സുമാര് പറയുന്ന തട്ടുവെളുപ്പം പരിപാടിയൊന്നും അല്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സൗത്ത് ഇൻഡസ്ട്രി വരും, തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് ആ ഒരു ഇതിലേക്ക് നല്ല വലിയ ഇന്റർനാഷണൽ ലെവലില് ഒരു അത്തപ്പൂക്കളം നമ്മുടെ ദുൽഖർ സൽമാൻ നിങ്ങളുടെ മുമ്പ് വച്ചിരിക്കുകയാണ് ഓണസമ്മാനമായിട്ട്. അദ്ദേഹമാണല്ലോ പ്രൊഡ്യൂസ് ചെയ്തത്. 105 കോടി രൂപയാണ് 4 സിനിമയ്ക്കായിട്ട് അയാൾ ബഡ്ജറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നു അതൊരു 200, 300, 400 കോടിയായിട്ട് ഇനിയിപ്പോൾ വളരും. കാരണം